ശ്യാം പ്രസാദ്, ഗുഡ് മോർണിംഗ്. വളരെ ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ദിലീപിനെ സംബന്ധിച്ച് ആശ്വാസകരമായിരുന്നു വിധി വന്നത്. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ട് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ദിലീപ് പറയുന്നതനുസരിച്ച് മഞ്ജു വാര്യർ എന്ന ഒരേ ഒരാളിൻ്റെ സംശയാസ്പദമായ ചില സൂചനകളെ തുടർന്നാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്ന്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കുമോ നമ്മുടെ പോലീസും നിയമ സംവിധാനവും അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്ന ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നു. ശ്യാം പ്രസാദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? മോദി, ഞാനിപ്പോൾ ഉള്ളത് ദിലീപിൻ്റെ ഈ ആലുവയിലെ അവസ്ഥയിലാണ്. ദിലീപ് ഈ വീട്ടിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസം തന്നെ ആശ്വാസകരമായ വിധി വന്നതാണ്. ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റം അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് കോടതി പങ്കുവെക്കുകയും അങ്ങനെ ദിലീപിനെ കുറ്റമുക്തനാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിനിപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ എങ്ങനെ കുറ്റമുക്തനായത്, ആ ഗൂഢാലോചന കുറ്റം എന്തുകൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല, ഈ കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ വിധിപ്പകർപ്പ് വന്ന ശേഷമായിരിക്കും അത് അറിയുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമായിരിക്കും ദിലീപ് തന്നെ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം, അതായത് തനിക്കെതിരെ ഈ ഗൂഢാലോചന കുറ്റം ചുമത്തിയത് അതിൻ്റെ പിന്നിൽ ചില ആളുകളുണ്ട്, അവർക്കെതിരെ താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന കാര്യമാണ് ദിലീപ് പങ്കുവച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ ഈ വിധി പ്രസ്താവം എന്താണോ അതിനനുസൃതമായിട്ടായിരിക്കും പിന്നീടുള്ള ദിലീപിൻ്റെ നീക്കങ്ങൾ. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ വിധി പ്രസ്താവം ദിലീപും ഏറെ സാഹുതം വീക്ഷിക്കുന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ ഗൂഢാലോചന കുറ്റം തനിക്കെതിരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്തിന് തന്നെ ഈ വിചാരണ തടവുകാരനാക്കി അടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, പിന്നീട് ദിലീപിനെ വിവിധ സംഘടനകൾ ഈ കുറ്റവിമുക്തനായതോടുകൂടി ഈ ഫെഫ്ക ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളിലേക്ക് ദിലീപിനെ വീണ്ടും എടുക്കുന്നതടക്കം പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ അമ്മയിൽ നിന്ന് രാജിവെച്ചതാണ്. സ്വാഭാവികമായിട്ടും ഇനി അമ്മയിലേക്ക് കയറണമെങ്കിൽ ദിലീപ് വീണ്ടും ഒരു അപേക്ഷ ഉൾപ്പെടെ നൽകേണ്ടി വരും. സ്വാഭാവികമായിട്ടും അമ്മയും അത്തരത്തിൽ ദിലീപിനെ എടുക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കും. അതിൻ്റെ ചർച്ചകളും മറ്റുമൊക്കെ നടന്നു വരികയാണ്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് കുറ്റവിമുക്തനായതോടുകൂടി ദിലീപ് എന്ന നടൻ അയാൾക്ക് ഈ കേസിൽ അയാളെ കുടുക്കിയതാണ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയതാണ് എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിധിയുടെ പകർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്താൻ ശ്രമിക്കുന്നത്.